ലാൽകുമാർ, താങ്കളോട് ഇന്ന് മുഖ്യമന്ത്രി ഇക്കാര്യം വിശദീകരിച്ചപ്പോൾ അത് ശ്രദ്ധയോടെ കണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. സാധാരണ ഇതുപോലുള്ളൊരു വിവാദ കാര്യം ഇതുപോലുള്ളൊരു രാഷ്ട്രീയ നേതാവ്, ഭരണാധികാരിയാവട്ടെ, അദ്ദേഹം പരാമർശിക്കുമ്പോൾ തലസ്ഥാനത്ത് മാധ്യമപ്രവർത്തകരാണ്. ആ സമൂഹത്തിൽ നിന്ന് ഉയരുന്ന ചോദ്യങ്ങളും ആ ഘട്ടം അവസാനിച്ച് മറ്റൊരു ഘട്ടത്തിലേക്ക് അത് അവതരിപ്പിക്കുന്ന ആൾ കടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബഹളവും നമുക്ക് ഊഹിക്കാം. അത്തരത്തിലുള്ള ഒന്നും ഇന്ന് കണ്ടില്ല. ഇന്ന് മുഖ്യമന്ത്രി ഇത് പറഞ്ഞ് അതോടുകൂടി ആ ഭാഗം അവസാനിക്കുന്ന തരത്തിൽ, മാധ്യമപ്രവർത്തകർക്ക് കൂടുതൽ ചോദ്യങ്ങൾ ഇല്ലാത്ത തരത്തിൽ അവസാനിക്കുന്നത് കണ്ടു. താങ്കളും അത് കണ്ടിട്ടുണ്ടായിരിക്കും. താങ്കൾക്ക് അതേക്കുറിച്ച് എന്തെങ്കിലും കമൻ്റ് ഉണ്ടോ ലാൽകുമാർ? അല്ല, നോക്കൂ, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങളിൽ സാധാരണഗതിയിൽ ഞാൻ കാണുന്നത് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുക, എന്നിട്ട് പ്രകോപിതനായി എന്ന് പറയുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഞാൻ പറയട്ടെ എന്ന് അസേർട്ട് ചെയ്ത് പറയുന്ന ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ കാണുന്നുണ്ട്. ഈ ഞാൻ പറയട്ടെ എന്നുള്ള വാക്ക് മുഖ്യമന്ത്രിക്ക് പോലും ഉപയോഗിക്കേണ്ട വരുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ സഖാവ് അനിൽകുമാർ ഇരിപ്പുണ്ട്. ഒരു ഡിബേറ്റിൽ പോയി കഴിഞ്ഞാൽ ഞാനൊന്ന് പറയട്ടെ എന്ന് എത്ര പ്രാവശ്യം ഈ മാധ്യമങ്ങളുടെ മുന്നിൽ പറയേണ്ട സിറ്റുവേഷൻ നമുക്ക് വരുന്നുണ്ടെന്നറിയോ? സാധാരണഗതിയിൽ ഒരു കാരണവശാലും പറയാൻ അനുവദിക്കത്തില്ല. അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയന് പോലും സംഭവിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനൊന്ന് പറയട്ടെ, അത് ഇച്ചിരി ദേഷ്യത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് ഇച്ചിരൂടെ കമ്പോസ്ഡ് ആയിരുന്നു. കാര്യം ഇവരുടെ കയ്യിലൊന്നും ഇല്ല, ചുമ്മാ ആരോപണം ഉന്നയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ഒരു രസകരമായൊരു കാര്യം, മനോരമയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. ഇന്ന് മനോരമയുടെ കൗണ്ടർ പോയിൻറ്റിൻ്റെ നിങ്ങൾ ഇത് അടിച്ചു തരുമല്ലോ, പാംപ്ലെറ്റ് പോലൊരു സാധനം അടിച്ചു തരുമല്ലോ. അതിനകത്ത് മോഡിയുടെ പടം, പിണറായി വിജയൻ്റെ പടം, 2 മക്കളുടെ പടം. എന്താ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? സത്യത്തിൽ ഭയങ്കര മോശമാണ്. ഇങ്ങനല്ല മാധ്യമപ്രവർത്തനം നടത്തേണ്ടത്. അതങ്ങനെ വെക്കുമ്പോൾ തന്നെ അവരുടെ ഡിബേറ്റിൻ്റെ ടോണും എങ്ങോട്ടാണ് പോകേണ്ടതെന്നും അവർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ലാൽകുമാർ, ക്ഷമിക്കണം, ഒരു കാര്യം കൂട്ടിച്ചേർക്കുകയാണ്, ഇടപെട്ട് തടസ്സപ്പെടുത്തുകയല്ല, ഒരു കാര്യം കൂട്ടിച്ചേർക്കുകയാണ്. അത് ഇന്ന് മുഖ്യമന്ത്രിക്ക് തന്നെ പരാമർശിക്കേണ്ടി വന്നു. ഏതെങ്കിലും ഏജൻസികൾ പറഞ്ഞതാണെങ്കിൽ അതനുസരിച്ചുണ്ടാക്കുന്ന ചിത്രീകരണങ്ങൾ ഇവിടെ വിലപ്പോവില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ, ഞാനിതെൻ്റെ ഭാഷയിൽ ഉദ്ധരിക്കുകയാണ്, ഓർത്തു പറയുകയാണ്. അദ്ദേഹത്തിന് തന്നെ പറയേണ്ടി വന്നു, ഇത് ഏതോ ഏജൻസി ഉപദേശിച്ചു കൊടുത്ത ഒന്നാണ്, അത്തരത്തിൽ വന്നതാണ്. അദ്ദേഹം ചോദിച്ചു, ഒരു കേന്ദ്ര ഏജൻസി മറ്റാർക്കും കൊടുക്കാത്തൊരു സാധനം ഒരു മാധ്യമത്തിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ മറ്റാർക്കും കിട്ടാത്ത ഒന്ന് കേന്ദ്ര ഏജൻസിയിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊടുക്കുന്നു, ഇത് ഏതോ ഏജൻസി ഉണ്ടാക്കുന്നതാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. തുടരും. എനിക്കൊരു സംശയമില്ല കാര്യത്തിൽ. കേരളത്തിൽ നോക്കൂ, കേരളത്തിൽ മുമ്പ് പ്രവർത്തകരായും അങ്ങനെയൊക്കെ പ്രവർത്തിച്ചിരിക്കുന്ന ആൾക്കാർ പ്രതിപക്ഷ നേതാവുമായിട്ട് സഹകരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത് വളരെ എവിഡൻ്റാണ്. ഇപ്പോൾ തുടങ്ങിയൊന്നുമല്ല. എവിടുന്നാണ് ന്യൂസ് ഫീഡ് വരുന്നത്, എവിടുന്നാണ് ഇത് പോകുന്നതെന്നൊക്കെ നമുക്കറിയാം. അതിനകത്തിപ്പം പേര് പറയാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല, എൻ്റെ ആവശ്യമില്ല, അങ്ങനെ അതൊരു പരസ്യമാക്കേണ്ട കാര്യമില്ല. പക്ഷേ നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്ന ഇതുവഴിയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയമാണ്. മുഖ്യമന്ത്രി മോഡി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരാവശ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നത് ഈ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റിനാണ് എന്നല്ലേ ഇവർ പറഞ്ഞു വെക്കുന്നത്? അതെ. ഇതിൽ കോൺഗ്രസ് അത് പറയട്ടെ. ഞാൻ കോൺഗ്രസ് ഇപ്പം രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുമ്പം ഈ പറയുന്ന ആരോപണം അവർ ഉന്നയിക്കും, അതിന് നമുക്ക് മറുപടിയും പറയാം. CPM മറുപടി പറയാം, കൃത്യമായ മറുപടി പറയാൻ പറ്റും. പക്ഷേ ഈ മാധ്യമങ്ങൾക്ക് നമുക്ക് എങ്ങനെ മറുപടി കൊടുക്കാൻ പറ്റും? അതല്ല, മാധ്യമങ്ങൾ അങ്ങോട്ട് പൊസിഷൻ എടുത്തിട്ടാണ് ഇവിടെ ഡിബേറ്റ് നടത്തുന്നത്. എങ്ങനെ ഈ പറയുന്ന മേളിൽ അദ്ദേഹം മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് എന്തോ പ്രസൻറ്റേഷൻ കൊടുക്കുക, കേരളത്തിൽ നിന്ന് പോകുന്നു, വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യമാണ്. വളരെ കോമൺ ആയിട്ട് മമതാ ബാനർജി സന്ദർശിക്കുമ്പം, സ്റ്റാലിൻ സന്ദർശിക്കുമ്പം പ്രധാനമന്ത്രി എന്തോ ചെരുപ്പൂരി കൊടുത്തിട്ട് പറഞ്ഞോ? എന്തോ അവർ ഉദ്ദേശിക്കുന്നത്? ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ കാണുമ്പം റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് പോകുന്നത്. അതിനകത്ത് സംശയിക്കേണ്ട കാര്യമില്ല. അത് മൻമോഹൻ സിംഗ് ഇരുന്നപ്പോഴും അങ്ങനെയാണ് പോവുക, മറ്റൊരാൾ ഇരുന്നപ്പോഴും അങ്ങനെയാണ് പോവുക. ഇവരുടെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ പോകുന്നത് എങ്ങനെയാണ് പോകുന്നത്? ചെരുപ്പൂരി കാണിച്ചിട്ടാണോ പോകുന്നത്? നോ, അവർക്കത് ചെയ്യാൻ പറ്റും. ആ പൊസിഷനിൽ ഇരിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. രാഷ്ട്രീയമായി എതിർക്കുമ്പോഴും മാന്യമായി ഇടപെടുക, മാന്യമായി പ്രതികരിക്കുക, മാന്യമായി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്, എൻ്റെ ഡ്യൂട്ടിയാണ്. ഞാനൊരു സിറ്റിസണാണ്. പക്ഷേ എനിക്ക് തോന്നിയപടി ഒരു കാര്യം പ്രധാനമന്ത്രിക്കെതിരെ പറയാൻ പാടില്ല. കാര്യം അദ്ദേഹം എൻ്റെ കൂടെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ആ മുഖ്യമന്ത്രിയുടെ സ്ഥിതിയിലോ
ആ മുഖ്യമന്ത്രി ഇരിക്കുന്ന അദ്ദേഹം ഒരു പ്രസൻറ്റേഷൻ കൊണ്ട് കൊടുത്തതിന് ഇവർ പറയുന്നത് എന്താ? ഇതെല്ലാം ഡീലാണ്. ഇതിപ്പരം അധപ്പതനം മാധ്യമപ്രവർത്തനത്തിന് സംഭവിക്കാനുണ്ടോ? ഇതിപ്പരം ഒരു ഇതുപോലെ ഞാൻ അൽ ജസീറ കാണുന്ന ആളാണ്, BBC കാണുന്ന ആളാണ്, ഈ കുന്തം കുറച്ചൊക്കെ എല്ലാം കുത്തിയിരുന്ന് കാണുന്ന ആളാണ്. പക്ഷേ ഇതുപോലെ അധപ്പതിച്ച രീതിയിൽ മാധ്യമപ്രവർത്തനം നടത്തുന്നത്, താങ്കളൊരു മാധ്യമപ്രവർത്തനം ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കഷ്ടമാണ് ഇന്ത്യയിലെ മാധ്യമപ്രവർത്തനം. അതിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തനം ഗോസിപ്പുകളുടെ, ഡയന രാജകുമാരിയുടെ പുറകെ പോയ ഈ പാപ്പരാസികളെ കണ്ടിട്ടുണ്ട്. അവർ മരിക്കാൻ കാരണം ഈ പാപ്പരാസി അവരെ ചേസ് ചെയ്തുകൊണ്ടാണ്. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളെ അറിയാൻ അവർക്ക് താല്പര്യമില്ലാതെ അങ്ങനെ പോയതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ന് പറയുന്ന പാപ്പരാസി സംസ്കാരത്തിലേക്ക്, ഈ വൃത്തികേട് പറയുന്ന സംസ്കാരത്തിലേക്ക് അതും മാത്രം ഉണ്ടെങ്കിലേ സെല്ലിംഗ് പോയിന്റ് ഉണ്ടു എന്ന് ഒരവസ്ഥയുണ്ട്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, ഞാൻ പിന്നെ ഇടപെടത്തില്ല. ഇതുപോലെ ഈ ഒരു ലേഡി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വാർത്താ സമ്മേളനങ്ങൾ നടത്തും. വാർത്താ സമ്മേളനം അല്ലെങ്കിൽ ഓരോ ദിവസവും ബ്രേക്കിംഗ് കൊടുക്കാൻ മാധ്യമങ്ങൾക്ക് ഇതുണ്ടായിരുന്നല്ലോ. ഞാനൊരു മുതിർന്ന മാധ്യമപ്രവർത്തകനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിത് ചെയ്യുന്നത് ശരിയല്ല. നിങ്ങളുടെ മാധ്യമപ്രവർത്തനം, ഈ ലേഡി പറയുന്നത് കള്ളത്തരമാണെന്ന് ഓരോ ദിവസവും പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളിത് വീണ്ടും കൊടുക്കുന്നതിനകത്ത് ഒരു അധാർമികതയുണ്ട് എന്നൊരു മാധ്യമപ്രവർത്തകരോട് ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ മറുപടി എന്നറിയോ? ലാലേ, ഈ പറയുന്ന വാർത്തയിൽ നിന്ന് ഞങ്ങൾ ഒരു ദിവസം വിട്ടുനിന്നു. പക്ഷെ കുഴപ്പം ബാക്കി ചാനലുകളെല്ലാം കാണാൻ ആളുണ്ട്, നമ്മുടെ ചാനൽ കാണാൻ ആളില്ല. അപ്പോൾ പിന്നെ നമുക്കിത് വീണ്ടും കൊടുക്കുകയേ മതിയാവൂ. ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഈ കൊടുക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ വാർത്താ മൂല്യം ഉണ്ടോ എന്നറിഞ്ഞിട്ടല്ല, ഈ പറയുന്ന സത്യമുണ്ടോ എന്നറിഞ്ഞിട്ടല്ല, ഇവരെ വന്നാൽ മാത്രമേ നമ്മുടെ റേറ്റിംഗ് നിൽക്കത്തുള്ളൂ. അതാ പറഞ്ഞ് ഇവർ വന്ന സമയത്ത് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും വ്യൂവർഷിപ്പ് കിട്ടി, നമ്മൾ ഒരു ദിവസം വലിഞ്ഞു നിന്നപ്പോൾ നമുക്ക് കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു രീതി, അതും ഇതുമായിട്ട് ചേർത്ത് വായിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ നിർത്തി.